പരിചയമുള്ള വാക്യമാണ് എഫേസ്യ ലേഖനം 3-20 വാക്യം. എഫേസ്യ ലേഖനം 3-20 വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. മതി മതി മതി. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ആ വാക്യം നമുക്കൊന്നും കൂടി വായിക്കാം. എന്നാൽ നാം ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. നമ്മളെല്ലാവരും ഒരു ആഗ്രഹത്തോടു കൂടി ഇവിടെ വന്നത്, ഒരു പ്രതീക്ഷയോടുകൂടി ഇവിടെ വന്നത്, ഒരു അല്ലെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കാം നമ്മൾ കടന്നത്. അല്ലെങ്കിൽ പലവിധമായ വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലുണ്ട്, പലവിധമായ പ്രശ്നങ്ങൾ. ഇതിൻ്റെ ഒന്നും ഉത്തരം ഇവിടെയുള്ള ആരുടെയും കയ്യിലില്ല. ഇതിനൊന്നും ഉത്തരം ഹല്ലേലൂയ ഇവിടെയുള്ള പണമല്ല ഇതിൻ്റെ ഉത്തരം, അല്ലെങ്കിൽ ഒരു ബന്ധങ്ങളല്ല ഇതിൻ്റെ ഉത്തരം. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നിങ്ങൾ ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി, ഹല്ലേലൂയ പറഞ്ഞാട്ടെ, അത്യന്തം പരമായി ദൈവം ചെയ്യുമ്പോൾ ചെറുതായി ചെയ്യുന്ന ദൈവമല്ല. ദൈവം ചെയ്യുമ്പം ഹല്ലേലൂയ അവൻ 3 മടങ്ങ് വലുതായി ചെയ്യുന്നവനാ നമ്മുടെ ദൈവം. നിങ്ങൾ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി. Hallelujah, hallelujah. നമ്മൾ മുമ്പ് പറഞ്ഞല്ലേ, അതിന് ഇംഗ്ലീഷ് എന്താ? Exceedingly, abundantly, above all that you can ask or imagine. Exceedingly, abundantly, above all. നിങ്ങൾ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ എഫേസ്യർ 3:20 എഴുതി വെക്കണം. എന്താ എഫേസ്യർ 3:20 പറയുന്നത്? നിങ്ങൾ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി. ദൈവത്തിന് ചെറിയ പരിപാടി ഇല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ദൈവത്തിന് ചെറിയ പരിപാടി ഇല്ല. അവൻ വാരി വിതറി എറിയുന്നവനാ, അവൻ വലുതായി ചെയ്യുന്നവനാ. നാം ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി. പക്ഷെ അതിലൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? എന്താ? ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. താങ്ക് യു ജീസസ്. അപ്പൊ ദൈവം ചെയ്യുന്നത് എങ്ങനെയാ? നിങ്ങളിലൊരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. നിങ്ങളിലൊരു വ്യാപരിക്കുന്ന ശക്തിയുണ്ട്, ഒരു വ്യാപാര ശക്തിയുണ്ട്. പറഞ്ഞാട്ടെ, ഒരു വ്യാപാര ശക്തിയുണ്ട്. The power that works in me. എന്നിൽ വ്യാപരിക്കുന്ന ശക്തി. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, എന്നിൽ വ്യാപരിക്കുന്ന ശക്തി. ഈ ശക്തിയാലാ ദൈവം ചെയ്യുന്നത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നാം ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവന്നവന്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിനൊരു വ്യാപാര ശക്തിയുണ്ട്. എൻ്റെ ഉള്ളിൽ ദൈവത്തിനൊരു വ്യാപാര ശക്തിയുണ്ട്. ഈ ശക്തി ചെയ്തെടുക്കും. ഈ ശക്തി നിങ്ങളുടെ വഴികളെ മാറ്റും. ഈ ശക്തി പ്രതിസന്ധികളെ മാറ്റും. ഈ ശക്തി ചില വഴികളെ തുറക്കും. ഈ ശക്തി ചില പുതിയത് സൃഷ്ടിക്കും. ഈ ശക്തി ചില പുതിയത് വിളിച്ചു വരുത്തും. എന്നാൽ നാം ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്നവന്. ഹല്ലേലൂയ ഹല്ലേലൂയ. വ്യാപാര ശക്തി. അതിന്റെ ഗ്രീക്ക് എന്താ അറിയോ? ശക്തിയുടെ ഗ്രീക്ക് ഡുനാമിസ്. വ്യാപാര ശക്തി എന്ന് വെച്ചാൽ വ്യാപരിക്കുന്ന എന്ന വാക്കിന്റെ ഗ്രീക്ക് എനർജിയോ. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഡൈനാമിക് എനർജി ഉണ്ട്, ഒരു ഡുനാമിസ് എനർജി ഉണ്ട്. ഇതൊരു വ്യാപാര ശക്തിയാ, ഇതൊരു ഡുനാമിസ് എനർജിയാ. ഈ ശക്തി നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങിയാൽ, ഈ ശക്തി നിന്റെ സാഹചര്യങ്ങൾ പോകാൻ തുടങ്ങിയാൽ, ഈ ശക്തി നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ, ഈ ശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ നിന്റെ അവസ്ഥ മാറും. കാരണം ഇത് ഡുനാമിസ് എനർജിയാ. Thank you Jesus. വ്യാപരിക്കുന്ന ശക്തി ഇതെവിടെയാ ഉള്ളേ? എൻ്റെ ഉള്ളിലാ. ഇതൊരു എനർജിയാ, ഡൈനാമിക് എനർജി. ഡൈനാമൈറ്റ് എന്ന് കേട്ടോ? ഡൈനാമൈറ്റിന്റെ എനർജി ഇത് ആരുടെ ഉള്ളിലുണ്ട്? ആരുടെ ഉള്ളിലുണ്ട്? എൻ്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ ഈ ശക്തി എവിടെയുണ്ട്? എൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പം
എനർജി നമുക്കറിയാവുന്ന എനർജികൾ എന്തൊക്കെ? ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിസിറ്റി എന്താ? ഒരു എനർജിയാ അല്ല? ഇലക്ട്രിസിറ്റി ഒരു എനർജിയാ. സണ്ണ് സോളാർ എനർജിയാ, തെർമൽ എനർജിയാ. ഈ എനർജീൻ്റെ പ്രത്യേകത എന്താ? ഈ ഇലക്ട്രിക്കൽ ഈ എനർജി എങ്ങനെ, നിങ്ങൾ ഇലക്ട്രിക്കൽ എനർജി എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒന്ന് പോയി തൊട്ട് നോക്കിയാൽ മതി. ഒന്ന് പോയി തൊട്ട് നോക്കി എന്തറിയാൻ പറ്റും? എനർജി എന്താണെന്ന് അറിയാൻ പറ്റും അല്ലേ? ഹല്ലേലൂയ. അതുപോലെ നിന്റെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. ഇതൊരു എനർജിയാ, ഇതൊരു എനർജിയാ. അത് ലോകം നിന്നെ തൊട്ട് അവൻ അറിയും. നിങ്ങളിത് ആവേശഭരിതനാക്കാൻ, എനിക്ക് അങ്ങനത്തെ ഒരു ശീലമില്ല. ആവേശഭരിതനാക്കാൻ പറയുകയല്ല, ഇതൊരു യാഥാർത്ഥ്യമാ, ഇതൊരു യാഥാർത്ഥ്യമാ. നിങ്ങൾ ചോദിക്കുന്നതിലും നിങ്ങൾ ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്നവനെ. അതായത് ദൈവം നിന്നെ രക്ഷിച്ചപ്പോൾ, ദൈവം നിന്നെ വിടുവിച്ചപ്പോൾ, ദൈവം നിന്നെ ക്രിസ്തുവിലാക്കിയപ്പോൾ നിന്റെ ഉള്ളിൽ ഈ ഡൈനാമിക് എനർജി തന്നു, ഡൈനമൈറ്റിന്റെ എനർജി തന്നു. ഈ എനർജി നിന്റെ ഉള്ളിലാ, ഈ എനർജി നിന്റെ കരങ്ങളിലാ, ഈ എനർജി നിന്റെ കണ്ണിലാ, ഈ എനർജി നിന്റെ വാക്കുകളിലാ. നീ സംസാരിക്കുമ്പോൾ ഈ എനർജി പുറത്തു പോകും, നീ തൊടുമ്പോൾ ഈ എനർജി പുറത്തു പോകും. ഞാൻ കഴിഞ്ഞ ദിവസം ജോൺ ജി ലേക്ക് ദേവദാസിന്റെ ഇതിങ്ങനെ ഇങ്ങനെ എവിടുന്നോ ഞാനിങ്ങനെ കേട്ടു, കേട്ടിട്ടുള്ളതാ. അതിനിപ്പോൾ ഞാൻ ചിന്തിച്ചു അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പല കാര്യങ്ങൾ കേട്ടപ്പോൾ, ഈ ജോൺ ജി ലേക്ക് സൗഖ്യത്തിൻ്റെ അപ്പോസ്റ്റലൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ്. സൗഖ്യത്തിൻ്റെ അപ്പോസ്റ്റലൻ, അപ്പോസ്റ്റൽ ഓഫ് ഹീലിംഗ്. ജോൺ ജി ലേക്കിനെ പറ്റി പറയുന്നത്, ഇദ്ദേഹം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. അമേരിക്കയിൽ ആദ്യ കാലങ്ങളിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ച ദേവദാസനാണ് ഇദ്ദേഹം. ഹല്ലേലൂയ. ഇദ്ദേഹം ആഫ്രിക്കയിലേക്ക് പോയി. ആഫ്രിക്കയിലേക്ക് പോയിട്ട് അവിടെ ശക്തമായ ഹീലിങ്സ്. അത് അദ്ദേഹം കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ട്യൂബർക്കുലോസിസ് മാറും, ക്യാൻസറുകൾ മാറും, ശക്തമായ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. അപ്പോൾ ജനം തടിച്ചുകൂടി. അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ തടിച്ചുകൂടാൻ തുടങ്ങി. കാരണം അതുവരെ ലോകത്തിൽ ഇതുപോലെ ഹീലിങ്ങിന് ദൈവം ഉപയോഗിച്ച വ്യക്തികൾ കുറവാണ്. അങ്ങനെ തന്നിലൂടെ സൗഖ്യദായക ശുശ്രൂഷ വെളിപ്പെടാൻ തുടങ്ങി. അപ്പം അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, ഇതൊക്കെ കള്ളത്തരവാ, നമ്മൾ പൊതുവെയുള്ള ആൾ, ഇതൊക്കെ കള്ളത്തരവാ, ഇതൊക്കെ വെട്ടിപ്പാ, ഇതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാനത് തെളിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ കാലത്ത് ആഫ്രിക്കയിലൊരു പ്ലേഗിൻ്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടായി. പ്ലേഗ് ഇന്നത്തെ പോലെ, പ്ലേഗ് ഭയങ്കര പേടിയല്ലായിരിക്കും. ഇന്ന് കോവിഡ് വന്ന പോലെ പ്ലേഗ്. കോവിഡ് രോഗിയത്തോടെ ശവം കുഴിച്ചിടാൻ ആൾക്കാർക്ക് പേടിയല്ല. കാരണം എന്താ? കോവിഡ് കയറി പിടിക്കും, അതുകൊണ്ട് ആരും അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ ഉള്ളിൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമുണ്ട്, എൻ്റെ ഉള്ളിൽ ഈ വ്യാപാര ശക്തിയുണ്ട്, അതുകൊണ്ട് ഈ പ്ലേഗ് ബാക്ടീരിയ എന്നെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം ഗ്ലൗസ് ഇടാതെ, മാസ്ക് ഉപയോഗിക്കാതെ ഇദ്ദേഹം എന്ത് ചെയ്യും? ഈ പ്ലേഗ് രോഗികളെ ശുശ്രൂഷിക്കാൻ പോയി. അപ്പോൾ ഇദ്ദേഹത്തിന് ഒന്നും പറ്റുന്നില്ല. അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ മനുഷ്യൻ എന്താ ഒന്നും പറ്റാത്തേ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ ന്യൂമോണിക് പ്ലേഗ് പിടിച്ച രോഗിയുടെ കഫം എൻ്റെ കയ്യിലേക്ക് തുപ്പാൻ പറഞ്ഞു. എൻ്റെ കഫം തുപ്പിയിട്ട് ഈ മനുഷ്യൻ ഈ കയ്യ് മൈക്രോസ്കോപ്പിൻ്റെ താഴെ വെച്ചിട്ട് ശാസ്ത്രജ്ഞർ നിങ്ങൾ നോക്കാൻ പറഞ്ഞു. ഇവർ നോക്കിയപ്പം ഇത് ചരിത്രം രേഖപ്പെടുത്തിയ വസ്തുതയാണ്. ഇവർ നോക്കിയപ്പം തൻ്റെ കയ്യിലിരിക്കുന്ന ആ പ്ലേഗ് ബാക്ടീരിയ അവിടെ കരിഞ്ഞ് ചത്ത് മാറുന്നത് ഇവർ മൈക്രോസ്കോപ്പിലൂടെ കാണാനിടയായി. കാരണം എന്താ? തന്നിലൊരു വ്യാപാര ശക്തിയുണ്ട്, തന്നിൽ ഡുനാമിക്സ് എനർജി ഉണ്ട്. ഈ എനർജി തൻ്റെ ശരീരത്തിലൂടെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയപ്പോൾ അത് ബാക്ടീരിയനെ നശിപ്പിക്കും, അത് ക്യാൻസറിനെ നശിപ്പിക്കും, അത് രോഗങ്ങളെ മാറ്റും. കാരണം നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി, ഈ ശക്തി ഒഴുകാൻ തുടങ്ങി, ഈ ശക്തി തൊടാൻ തുടങ്ങി, ശക്തി വ്യക്തികളെ മാറ്റാൻ തുടങ്ങി, രോഗങ്ങളെ തകർക്കാൻ തുടങ്ങി. അദ്ദേഹം അത് കഴിഞ്ഞ് അമേരിക്കയിലേക്ക് വന്നു. സ്പൊക്കെയിൻ എന്ന് പറഞ്ഞാൽ വാഷിങ്ടണിലെ സ്പൊക്കെയിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. സ്പൊക്കെയിനിൽ അദ്ദേഹം ഹീലിംഗ് റൂമുകൾ തുടങ്ങി. അതായത് ഒരു റൂമിൽ അദ്ദേഹം പറഞ്ഞു, രോഗികളായ എല്ലാവരും നിങ്ങൾ എൻ്റെ അടുത്ത് വന്നോ, ഞാൻ പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ അനേകർ വരാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏകദേശം 5 വർഷം കൊണ്ട് ഈ സ്പൊക്കെയിൻ ഹീലിംഗ് റൂംസിലൂടെ 1,00,000-ൽ പരം ആളുകൾ സൗഖ്യമായി. 1,00,000-ൽ പരം ആളുകൾ സൗഖ്യമായി. ഇതിൻ്റെ അടുത്തുള്ള ഈ സ്പൊക്കെയിനുള്ള 3 ആശുപത്രികളുണ്ട്. ഈ 3 ആശുപത്രികൾ അടച്ചു. ഞാൻ മനസ്സിലായി, ഈ 3 ആശുപത്രികൾ അടച്ചു. കാരണം ആൾക്കാർ ആശുപത്രി പോകത്തില്ല, ഹീലിംഗ് റൂമിൽ വരും. ആൾക്കാർ ഡോക്ടറെ അടുത്ത് പോകത്തില്ല, ജോൺ ജി ലേക്കിൻ്റെ അടുത്ത് വരും. കാരണം ജോൺ ജി ലേക്കിൻ്റെ മേൽ ഉള്ള ശക്തി വ്യാപരിക്കുമ്പം രോഗങ്ങൾ സൗഖ്യമാവാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമേരിക്കയിൽ പറഞ്ഞു, സ്പൊക്കെയിനാണ് അമേരിക്കയിലെ ഏറ്റവും ആരോഗ്യമുള്ള നഗരം. സ്പൊക്കെയിനാണ് അവർ ഡിക്ലെയർ ചെയ്തു. കാരണം എന്താ? അവിടെ രോഗങ്ങൾ കുറഞ്ഞു, മരണങ്ങൾ കുറഞ്ഞു. കാരണം ഒരു മനുഷ്യൻ വ്യാപാര ശക്തിയിൽ വിശ്വസിച്ചു, ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ഡുനാമിക്സ് ശക്തിയിൽ വിശ്വസിച്ചു, ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നപ്പോൾ രോഗങ്ങൾ വഴിമാറി.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ കയ്യിലൂടെ ഈ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. തൻ്റെ കയ്യിലൂടെ ഈ ഡുനാമിസ് ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. തൻ്റെ വസ്ത്രത്തിലൂടെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. എന്നാൽ നാം ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളിൽ ഒരു വ്യാപാര ശക്തിയുണ്ട്. ദൈവം, നമ്മുടെ പ്രശ്നം എന്താ അറിയോ? നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എങ്ങോട്ട് നോക്കും? മുകളിലേക്ക് നോക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം യേശു എന്താ പറയുന്നത് അറിയോ? ഞാൻ ഈ ശക്തി നിന്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ഞാൻ ഈ വ്യാപാര ശക്തി നിന്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ഞാൻ ഈ വ്യാപാര ശക്തി നിന്റെ കരങ്ങളിലൂടെ പുറത്തു വരും. ഈ വ്യാപാര ശക്തി നിന്റെ വാക്കിലൂടെ പുറത്തു വരും. ഈ വ്യാപാര ശക്തി നിന്റെ കണ്ണുകളിലൂടെ പുറത്തു വരും. ഈ വ്യാപാര ശക്തി നിന്റെ വസ്ത്രത്തിലൂടെ പുറത്തു വരും. നീ എഴുന്നേറ്റാൽ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു എനർജിയാ, ഇതൊരു എനർജിയാ, ഇതൊരു എനർജിയാ, ഇതൊരു എനർജിയാ. നീ തൊടുന്നതിലേക്ക് ഈ എനർജി വ്യാപരിക്കും. നിന്നെ തൊടുന്നവരിലേക്ക് ഈ എനർജി വ്യാപരിക്കും. കാരണം അവൻ്റെ വ്യാപാര ശക്തിയാ, അവൻ്റെ വ്യാപാര ശക്തിയാ, അവൻ്റെ ഡുനാമിസ് എനർജിയാ, അവൻ്റെ ഡുനാമിസ് എനർജിയാ, അവൻ്റെ ഡുനാമിസ് എനർജിയാ. നീ ഒന്ന് ഫോൺ വിളിച്ചാൽ മതി, നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഈ ശക്തി ആ ശബ്ദ തരംഗങ്ങളിലൂടെ കടന്നു പോകും. എത്ര പേർ വിശ്വസിക്കുന്നു പകൽക്കാലം? നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ക്രിസ്തുവിലായവൻ്റെ ഉള്ളിൽ ഈ ശക്തിയുണ്ട്. കാരണം ശക്തിയായവൻ, ധൈര്യമായവൻ, ഹല്ലേലൂയ, അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അല്ലേ? അപ്പം എന്ത് ചെയ്യണം? നമുക്കറിയില്ലേ, രക്തസ്രാവക്കാരി സ്ത്രീ, 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ, അവൾ എന്താ വിശ്വസിച്ചേ? അവൻ്റെ വസ്ത്രം ഒന്ന് തൊട്ടാൽ മതി, അവൻ്റെ വസ്ത്രം ഒന്ന് തൊട്ടാൽ മതി, വസ്ത്രം ഒന്ന് തൊട്ടാൽ മതി എന്ന പ്രതീക്ഷയിൽ ഇവിടെ വന്നു. വസ്ത്രം തൊട്ടു. അടുത്ത വാക്യം എന്താ പറയുന്നേ? ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. ശക്തി അവൻ്റെ എവിടെ നിന്ന് പുറപ്പെട്ടു? വസ്ത്രത്തിലൂടെ പുറപ്പെട്ടു. ശക്തി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകളിലൂടെ ശക്തി പുറപ്പെട്ടു. കാരണം എന്താ? കർത്താവ് നടക്കുമ്പം അവന് പവർ ഹൗസായിട്ടാണ് നടന്നത്. അവൻ്റെ ഉള്ളിൽ പവർ ഹൗസാ. അവൻ്റെ അടുക്കൽ വരുന്ന കറണ്ട് കമ്പിയെ തൊട്ടാൽ ശക്തി വ്യാപരിക്കുന്ന പോലെ യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടാൽ ശക്തി വ്യാപരിക്കും. എന്നാൽ നാം ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ, നാം ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി. ഹല്ലേലൂയ. ഒരു കാര്യം വിശ്വസിച്ചിന്ന് പോണം, എൻ്റെ ഉള്ളിൽ ഈ ശക്തിയുണ്ട്. ജോൺ ജി ലേക്കിൻ്റെ ഉള്ളിൽ ഇതുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഈ ശക്തിയുണ്ട്. യേശുവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഉള്ളിൽ ഈ ശക്തിയുണ്ട്. ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. ഈ ശക്തി നിന്റെ ഉള്ളിലുണ്ട്. രംഗം ബ്രദറെ, മുടി വെട്ടുമ്പോൾ നിന്റെ കൈയുടെ ശക്തിയാ വ്യാപരിക്കുന്നേ. ഹല്ലേലൂയ. ശക്തി നിന്റെ കരങ്ങളിലൂടെയാ, ശക്തി നിന്റെ കാതുകളിലൂടെയാ, ശക്തി നിന്റെ കണ്ണുകളിലൂടെയാ, ശക്തി നിന്റെ അതരത്തിലൂടെ പുറത്തേക്ക് ഒഴുകും. ഒരു വാക്യം കൂടി വാക്യം. എഫേസ്യർ 1:19. എഫേസ്യർ 1:19. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ആമേൻ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി. നീ വിശ്വസിച്ചാൽ ഈ ശക്തി വ്യാപരിക്കും. നീ വിശ്വസിച്ചാൽ ഈ ശക്തി വ്യാപരിക്കും. നീ വിശ്വസിച്ചാൽ ഈ എനർജി ഒഴുകാൻ തുടങ്ങും. നീ വിശ്വസിച്ചാൽ ഈ കറണ്ട് ഒഴുകാൻ തുടങ്ങും. നീ വിശ്വസിച്ചാൽ ഈ കറണ്ട് മറ്റുള്ളവരെ തൊടും. നീ വിശ്വസിച്ചാൽ ഈ കറണ്ട് നിന്റെ വീട്ടിൽ വെളിപ്പെടും. നീ വിശ്വസിച്ചാൽ ഈ ശക്തി ഒഴുകും. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ലഭിക്കണം എന്നാണോ? അല്ല, നിങ്ങൾ അറിയണം. എന്തറിയണം? ഈ ശക്തി നിന്റെ ഉള്ളിലുണ്ട്. നീ അറിയണം. എന്താ അറിയണ്ടേ? ഈ ശക്തി നിന്റെ ഉള്ളിലുണ്ട്. ലോകത്തിന് മാറ്റാൻ പറ്റാത്തത് ഈ ശക്തി മാറ്റും. ലോകത്തിന് ഹല്ലേലൂയ വഴി തെളിക്കാൻ പറ്റാത്തത് ഈ ശക്തി നിന്റെ മുമ്പിൽ വഴികളെ വെട്ടും, വഴികളെ തെളിയിക്കും, ഭാവിയെ വിളിച്ചു കൊണ്ടുവരും, ആ രോഗങ്ങളെ മാറ്റും, ക്യാൻസറുകളെ കരിക്കും. കാരണം വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. വ്യാപാരശക്തി, 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 ഡുനാമിസ് എനർജി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി ഇതാ പറയുമ്പോൾ ഒരു ഡുനാമിസ് എനർജി നമ്മുടെ ഉള്ളിലാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത് തിരിച്ചറിയാത്തവർ അതിൽ ജീവിക്കത്തില്ല. 1:19 ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? പ്രാപിക്കണം എന്നാണോ? നിങ്ങൾക്ക് കിട്ടണം എന്നാണോ? നിങ്ങൾ ഉപവസിക്കണം എന്നാണോ? അല്ല, എന്താ ചെയ്യണ്ടേ? ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താ ചെയ്യണ്ടേ?
അറിയണം. അറിയണം. വിശ്വസിക്കണം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടോ? വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. വിശ്വസിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് കയറിയത്. നിങ്ങളുടെ വിശ്വാസ അളവൊന്നും എടുക്കാനല്ല കർത്താവ് ഇവിടെ വന്നിരിക്കുന്നത്. നിനക്ക് വിശ്വാസമുണ്ട്. രക്തസ്രാവക്കായ സ്ത്രീക്ക് എന്തറിയാം? ഒന്നും അറിയത്തില്ല. ഒരു കാര്യം അറിയാം, അവനെ തൊട്ടാൽ എനിക്ക് സൗഖ്യമാകും. ഹല്ലേലൂയ. അവനെ തൊട്ടാൽ എനിക്ക് സൗഖ്യമാകും. വിശ്വാസത്തിന്റെ അളവൊന്നും ഇനി ആരും എടുക്കാൻ നിൽക്കണ്ട. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാ നീ ഇതിനകത്ത്. കഴിച്ചു എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസം മതി. എത്ര മതി? നമ്മളെല്ലാത്തിനും കയറി വിശ്വാസം തലയിലും കിട്ടും. എനിക്ക് വിശ്വാസം ഇല്ല ബ്രദറെ, എനിക്ക് അത്രയൊന്നും വിശ്വാസം ഇല്ല. കർത്താവ് എന്ന് പറഞ്ഞേ, എടാ അത്രയൊന്നും വേണ്ട, കടുക് മണിയുടെ വിശ്വാസം മതി. അപ്പം പിന്നെ ഇന്ന് കടുക് മണി പറ്റി പ്രബന്ധം തുടങ്ങും. കടുക് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? അത് കട്ടിയുള്ളതാണ്, ഉള്ളിൽ പൊള്ളയില്ലാത്തതാണ്. ഇല്ലാത്ത വിശ്വാസം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ നോക്കും. എടാ അതൊന്നുമില്ല. കടുക് മണി വെച്ചാൽ കടുക് മണി, ഒരൊറ്റ ചെറിയ കടുക് മണി, അത് മതി. നിന്നിലൂടെ ഈ ശക്തി വ്യാപരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഹല്ലേലൂയ. കടുക് മണീനെ പറ്റി ഒന്നും പ്രസംഗിക്കാൻ നിൽക്കണ്ട. കടുക് മണി ഇത് മതി. ഞാൻ പണ്ടല്ലേ നമ്മുടെ സഹോദരിമാർക്കറിയാം എങ്ങനെയാ നമ്മൾ കടുക് പൊട്ടിക്കുന്നത്. എങ്ങനെയാ രാജലക്ഷ്മി? നമ്മൾ എടുത്തിട്ടങ്ങ് എറിയും അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? ചിക്കൻ എങ്ങനെയാണ് നമ്മൾ ഇടുക? ഒരു ചിക്കൻ്റെ പീസ് താഴെ വീണു, ചിക്കൻ്റെ കാല് നമ്മൾ കഴുകി താഴെ വീണു, നമ്മൾ എന്ത് ചെയ്യും? അതെടുത്ത് കഴുകും. ഒരു കടുക് താഴെ വീണ് എടുക്കുമോ? അയ്യോ ഒരു കടുക് പോയി, 50 രൂപയാ എന്ന് പറഞ്ഞു പോവോ? എടാ ഒരു പാക്കറ്റ് കടുകിന് 50 രൂപയുള്ളൂ. പിന്നെ നീ ഒരു കടുകിൻ്റെ പുറകെ പോണോ? വേണ്ട. ഒരു കടുക് വിലയില്ലാത്തതാ, ഒരു കടുക് ചെറുതാ, ഒരു കടുക് കണ്ണിപ്പെടാത്തതാ. ഇതിൻ്റെ പുറകെ നീ അന്വേഷിച്ച് പോണ്ട. യേശു എന്താ പറഞ്ഞേ? നിന്റെ വിശ്വാസം കടുക് മണി മതി. നീ ആരും ഈ വിശ്വാസം ഒന്നും പറയരുത് ഇതിനകത്ത്. ഈ ചർച്ചനകത്ത് ഒന്ന് പറയരുത്. ഇത്രയൊക്കെ മതി, ഈ വിശ്വാസം മതി. കടുക് മണിയുടെ വിശ്വാസം മതിയെന്നേ. കടുക് മണി യേശുവിനെ പറ്റി കേട്ടു, അവനെന്നെ സൗഖ്യമാക്കി. നീ വിശ്വസിച്ച് ഇതിനകത്തൊന്ന് കേറിയാ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഹല്ലേലൂയ. പലരും പറയും. കാരണം എന്താ? സംഭവിക്കാത്തപ്പോൾ പലതും പറയും. വിശ്വാസമില്ല, സംശയിച്ചു, അത് ചെയ്തു. എടാ നിനക്ക് ഇത് മതി, ഈ വിശ്വാസം മതി. പക്ഷെ എന്ത് ചെയ്യണം? അറിയണം. എന്താ അറിയണ്ടേ? വിശ്വസിക്കുന്ന, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തെ പറ്റി നിങ്ങൾ അറിയണം. ഹല്ലേലൂയ. നീ അറിഞ്ഞ ഈ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കമ്പിയിലൂടെ കറണ്ട് പോകുന്ന അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? തൊട്ടാ മതി. ഹല്ലേലൂയ. കമ്പി തൊട്ടാ അറിയുന്നീ. ഇത്രേ ഉള്ളൂ അറിയുന്ന പരിപാടി. യേശുവിന്റെ അടുക്കലേക്കൊന്ന് വാ. നീ കമ്പിയൊന്ന് കയറി പിടി, നീ കമ്പി കയറി തൊട്. നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്ന, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. വിശ്വസിക്കുന്ന, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തെ പറ്റി ഇന്ന് പകൽക്കാലം ഒന്ന് അറിയണം. അതായത് എൻ്റെ ഉള്ളിലുള്ള ഈ പവർ ഹൗസിനെ പറ്റി ഒന്ന് അറിയണം. എൻ്റെ ഉള്ളിലുള്ള പവർ ഹൗസിനെ പറ്റി നീ ഒന്ന് അറിഞ്ഞാൽ ഹല്ലേലൂയ, അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. യേശുവിനെ നീ തൊട്ടാൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന എന്താന്ന് നീ ദിവസങ്ങൾ അറിയാൻ തുടങ്ങിയാൽ നിന്റെ അവസ്ഥ മാറും. ഹല്ലേലൂയ. അവൻ്റെ വ്യാപാര ശക്തി. വിശ്വസിക്കുന്ന, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഇത് സംഭവിക്കാൻ തുടങ്ങും. ഈ ശക്തി ഒഴുകാൻ തുടങ്ങും. ഈ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. ഈ ശക്തിയുടെ അളവറ്റ വലിപ്പത്തെ നമ്മൾ അറിയാൻ തുടങ്ങും. അത് നമ്മുടെ ജീവിതത്തെ മാറ്റും. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ വ്യാപാര ശക്തി ഒന്ന് വിശ്വസിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ ശക്തി
ജോൺ ജി ലേക്കിൻ്റെ കയ്യിൽ ഈ ശക്തി വ്യാപരിച്ചു. അത് പ്ലേഗ് ബാക്ടീരിയനെ കത്തിച്ചു കളഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കയ്യിലൂടെയും ഈ ശക്തി വ്യാപരിച്ചു തുടങ്ങും. നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ ശരീരത്തിൽ ഈ ശക്തി വ്യാപരിച്ചു തുടങ്ങും. നിങ്ങളുടെ കുടുംബത്തിൽ ഈ ശക്തി വ്യാപരിച്ചു തുടങ്ങും. എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തെ ഒന്ന് അറിയണം. അറിയണം 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 ആത്മാവിൽ ഇതൊന്ന് അറിയണം. ആത്മാവിൽ അറിഞ്ഞു തുടങ്ങിയാൽ, ആത്മാവിൽ നീ ഇതിനൊന്ന് മനസ്സിലാക്കി തുടങ്ങിയാൽ, ആത്മാവിൽ ഇതിനൊന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ തിരിച്ചറിയാൻ തുടങ്ങിയാൽ ഈ ശക്തിയുടെ പ്രദർശനം വെളിപ്പെട്ടു തുടങ്ങും. ഹല്ലേലൂയ. ഒരു വാക്യം കൂടി വായിക്കാം. കൊലോസ്യർ 1:29. കൊലോസ്യർ 1:29 കൂടി വായിക്കാം നമുക്ക്. Thank you Jesus. Thank you Jesus. Thank you Jesus. Thank you Jesus. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഒന്നുകൂടി വായിച്ചു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തി കൊണ്ട് ഞാൻ പോരാടി അധ്വാനിക്കുന്നു. എന്നിൽ വ്യാപരിക്കുന്ന ശക്തി. ഞാൻ ആ വിശ്വാസം ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ചിലർക്ക് ചില സംശയമൊക്കെ ഉണ്ടാകും. കാരണം യേശു പറഞ്ഞു അല്പവിശ്വാസി എന്നൊക്കെ പറഞ്ഞു അല്ലേ? അല്പവിശ്വാസം. അപ്പോൾ കർത്താവ് അത് ഉദ്ദേശിച്ചില്ലേ? അല്പവിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചില കൺഫ്യൂഷൻ വരും അതിനെ പറ്റിയിട്ട്. പ്രിയമുള്ളവരെ, കർത്താവ് ഇത് പറഞ്ഞത് എവിടെയാ? ആരോടാ പറഞ്ഞേ? പത്രോസിനോടും ശിഷ്യന്മാരോടും അല്ലേ അവരോടാ പറഞ്ഞേ. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് എന്തില്ല? അവർക്ക് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അവർ കണ്ടതിലുള്ള വിശ്വാസമാണ്. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു. എൻ്റെ കർത്താവ്, ഇത്രയൊക്കെ നീ കണ്ടിട്ട് നീ വിശ്വസിച്ചില്ലല്ലോ എന്നാ കർത്താവ് വെച്ച് അല്ലേ? അപ്പം നമ്മളെ നോക്കി കർത്താവ് ഇത് വിളിക്കാൻ സാധ്യതയില്ലേ? അല്പവിശ്വാസം എന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം. നമുക്കൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 4:13. 2 കൊരിന്ത്യർ 4:13. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. ഞങ്ങൾ ഇന്നലെ ദേവദാസന്മാർ കൂടിയപ്പോൾ ഇങ്ങനെ പറഞ്ഞേ. കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ചയാന്ന് തോന്നുന്നു, ഞാൻ രാത്രി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ പേരുകൾ എഴുതാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ പേര്. അപ്പോൾ ഞാനിങ്ങനെ എഴുതി 20 പേര് ഞാനങ്ങ് എഴുതി. അപ്പോൾ ഞാൻ കർത്താവെ, ഞാൻ ഇത് എപ്പോഴേലും പ്രസംഗിക്കാമെന്ന് തോന്നി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു. അല്ല, നമ്മുടെ ഗീത സിസ്റ്ററും ജയ സിസ്റ്റർ കൂടി പറയുക, കഴിഞ്ഞ ദിവസം കർത്താവ് അവരുടെ ഹൃദയത്തിൽ ഇത് തോന്നി പരിശുദ്ധാത്മാവിൻ്റെ പേരെഴുതാൻ. അങ്ങനെ അവരെഴുതിയപ്പോൾ 23 കിട്ടിയല്ലേ? 23 പേര് കിട്ടി. പരിശുദ്ധാത്മാവിന് 23 പേരുണ്ട് ബൈബിളിൽ. 23 പേരുണ്ട്. അപ്പം അതിൽ ഒരു പേരാണ് നമ്മൾ ഈ വായിച്ചത്. എന്താ വായിച്ചത്? 2 കൊരിന്ത്യർ 4:13. വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളത് കൊണ്ട്. വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു. ആ വാക്യം ഒന്നും കൂടി വായിക്കാവോ? വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാ? എൻ്റെ വിശ്വാസം കൊണ്ടാണോ? അല്ല. എന്തുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്? വിശ്വാസത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതായത് വിശ്വാസത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്നാൽ പിന്നെ എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആരാ? വിശ്വാസത്തിന്റെ ആത്മാവാ എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന. എന്താ? ഹല്ലേലൂയ. അതെ പറയാം. എന്താണ്? ദൈവത്തെ പോയി നിങ്ങൾ വിശ്വാസം പഠിപ്പിക്കണോ? വേണ്ട മീമ, വേണ്ട. കർത്താവിന് വിശ്വാസം പഠിപ്പിക്കണ കാര്യമില്ല. ഈ കർത്താവാ നിന്റെ ഉള്ളിൽ, ഈ പരിശുദ്ധാത്മാവാ നിന്റെ ഉള്ളിൽ. പരിശുദ്ധാത്മാവിന്റെ ഒരു പേരെന്താണെന്നറിയോ? വിശ്വാസത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്നാൽ നീ വിശ്വാസത്തിന്റെ നിറകുടവാ. വിശ്വാസത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്നാൽ നീ വിശ്വാസമാ നിന്റെ ഉള്ളിൽ പുറത്തേക്ക് ഒഴുകുന്നേ. ഈ നിന്നെ നോക്കി അല്പവിശ്വാസി എന്ന് വിളിക്കാൻ പറ്റുമോ? വിശ്വാസത്തിന്റെ ഉപജ്ഞാതാവ് എൻ്റെ ഉള്ളിലാ. വിശ്വാസത്തിന്റെ ഉടയവൻ എൻ്റെ ഉള്ളിലാ. വിശ്വാസത്തിന്റെ മൊത്ത വ്യാപാരിയാ എൻ്റെ ഉള്ളിൽ നിൽക്കുന്നേ.
പരിശുദ്ധാത്മാവിൽ കണക്റ്റ് ആയാൽ, പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ തുടങ്ങിയാൽ, വിശ്വാസത്തിന്റെ ആത്മാവാ നിന്റെ ഉള്ളിൽ. നിന്നെ നോക്കി അല്പവിശ്വാസി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം വിശ്വാസത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഞങ്ങളും വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ആരും എന്ത് പറയത്, വിശ്വാസം ഇല്ലാന്ന് പറയത്. വിശ്വാസത്തിന്റെ ഡാമാ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ്. അവൻ്റെ പേരേ വിശ്വാസത്തിൻ്റെ ആത്മാവാ. ഈ ആത്മാവ് ഉള്ളിൽ വന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഒഴുകാൻ പോകുന്നത് വിശ്വാസവാ. നിന്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വിശ്വാസവാ. ഇനിമേൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഇനി ഞാൻ ജീവിക്കുന്നതോ ഹല്ലേലൂയ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രന്റെ വിശ്വാസം, ഫെയ്ത്ത് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. ദൈവത്തിൻ്റെ വിശ്വാസം എൻ്റെ ആത്മാവിലുണ്ട്. ദൈവത്തിൻ്റെ വിശ്വാസത്തിന് ഉപജ്ഞാതമായ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. നീ പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ തുടങ്ങിയാൽ, പരിശുദ്ധാത്മാവിൽ കാണാൻ തുടങ്ങിയാൽ നിന്റെ ഉള്ളിൽ വിശ്വാസം ഒഴുകി തുടങ്ങും. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഹല്ലേലൂയ. ഇനി കടുകുമണിയുടെ കഥയൊന്നും ആരും ഇവിടെ പറയരുത്. നിന്റെ ഉള്ളിൽ പുതിയ നിയമസഭയ്ക്കുള്ളിൽ വരുന്ന ഒരുവൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ ആത്മാവാ, വിശ്വാസത്തിൻ്റെ ആത്മാവാ, വിശ്വാസത്തിൻ്റെ ആത്മാവാ. വിശ്വാസത്തിൻ്റെ ആത്മാവ് ഉള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ പോലെ വിശ്വസിക്കും, ദൈവത്തെ പോലെ എഴുന്നേൽക്കും, ദൈവത്തെ പോലെ നടക്കും, ദൈവത്തെ പോലെ കൽപ്പിക്കും, ദൈവത്തെ പോലെ പ്രാർത്ഥിക്കും, ദൈവത്തെ പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ അത്ഭുതങ്ങൾ ചെയ്യും, ദൈവത്തെ പോലെ നടക്കും. കാരണം ഐ ഹാവ് ദ സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്, സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ത് എന്ന് നിങ്ങൾ അറിയണം.